ശ്രീ ജയശങ്കർ, എത്രയോ വർഷങ്ങളായി ഉള്ള ഒരു വിഷയമാണ് ഈ സഭാ തർക്കം. അതിൽ കോടതികൾ പല വിധികൾ പുറത്തേക്ക് വന്നു. പക്ഷെ സർക്കാരിന് മുന്നിലുള്ള പ്രയാസങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ ഇന്ന് വളരെ ആശാവഹമായ അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന പ്രതികരണങ്ങൾ വരികയാണ്. ചർച്ചയ്ക്ക് തയ്യാറാണ്, കുറ്റങ്ങളും കുറവുകളും ഒക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഇരു വിഭാഗങ്ങളും തയ്യാറാണ് എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ വരികയാണ്. ഒരു പക്ഷേ എത്രയോ കാലങ്ങളായി നീളുന്ന, വർഷങ്ങളായി നീളുന്ന ഒരു സഭാ തർക്കത്തിന് ഒരു പരിഹാരം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ? ശ്രീ ജയശങ്കർ, അങ്ങേക്ക് കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് യാക്കോബായ സഭയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. 2 ദിവസം മുൻപ് ഓർത്തഡോക്സ് സഭയുടെ ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നിരുന്നു. സമവായത്തിലൂടെ, സൗഹൃദത്തിലൂടെ ഈ പള്ളി തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന്. അപ്പോൾ ആ ഒരു വഴിയിലേക്ക് വിശ്വാസി സമൂഹം കൂടി വേഗത്തിൽ മാറുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അങ്ങനെ ശുഭപ്രതീക്ഷ വച്ചുകൊണ്ടിരുന്നതിൽ തെറ്റില്ല. പ്രത്യേകിച്ച് 2 സഭകളുടെയും പരമാധ്യക്ഷന്മാർ സമവായത്തിന് അല്ലെങ്കിൽ സൗഹാർദ്ദത്തിന്, സഹവർത്തിത്വത്തിന് തയ്യാറാണ് എന്ന് ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാകണം, അല്ലെങ്കിൽ ശാശ്വതമായ സമാധാനം ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് പ്രായോഗികമായിട്ട് ഇതെങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്ന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ആ തുറന്ന മനസ്സോടുകൂടിയുള്ള ചർച്ചകൾ ഉണ്ടാകുകയാണെങ്കിൽ ഈ വലിയ വിവാദപരമായേക്കാവുന്ന, അല്ലെങ്കിൽ പൊതുവെ ക്രൈസ്തവ സമൂഹത്തിന് തന്നെ അപമാനകരമായേക്കാവുന്ന പല പ്രവണതകളും ഇതിനകത്തുണ്ട്. 2 കൂട്ടരും പരസ്പരം ആക്ഷേപിക്കുക, അധിക്ഷേപിക്കുക, ഇടിച്ചു കാണിക്കുക എന്നൊക്കെയുള്ള, അത് വൈദികരും അതിനേക്കാൾ ഉപരിയായിട്ട് വിശ്വാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഒരു അറുതി വരുത്തുക എന്നുള്ള ആദ്യം ചെയ്തു. അതിനുശേഷം കുറച്ചുകൂടി ഫലപ്രദമായ രീതിയിൽ ചർച്ചകൾ നടത്തുക, കഴിയുന്നത്ര സഹകരണം 2 സഭകളും തമ്മിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവർ തമ്മിൽ അടിസ്ഥാനപരമായിട്ട് വിശ്വാസപരമായ വലിയ തർക്കങ്ങളൊന്നുമില്ല. അടിസ്ഥാനപരമായ തത്വം ഒന്ന് തന്നെയാണ്. ഓർത്തഡോക്സ് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ലോകവ്യാപകമായിട്ട് തന്നെ എത്രയോ സഭകളുണ്ട്. ഈ ഗ്രീക്ക് സഭയുണ്ട്, റഷ്യൻ സഭയുണ്ട്, യുക്രൈൻ സഭയുണ്ട്. അതുപോലെ ഇന്ത്യൻ സഭ എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. ഒത്തുതീർപ്പിനും സഹവർത്തിത്വത്തിനും വളരെയധികം സാധ്യതകൾ ഇവർ തമ്മിലുണ്ട്. അതുകൊണ്ട് ആ രീതിയിലൊരു പരിഹാരം ഉണ്ടായി കാണണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. യാക്കോബായ മെത്രാപ്പൊലീത്ത പറയുന്നത് ഈ ഒരു പൊതുയോഗം തെരഞ്ഞെടുക്കുന്നവർക്ക് ഭരണവും മറ്റുള്ളവർക്ക് ആരാധനാ സൗകര്യവും നൽകണമെന്നൊരു നിർദ്ദേശം, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ഒരു സമാധാനപൂർണമായ ഇതിലേക്ക് എത്തിയാൽ ഒരുപക്ഷെ വിശ്വാസികളും ഇതിനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനുള്ള സാധ്യതയാണ്. സമാധാനം കുറച്ചുകൂടി അകലെയാണ് എങ്കിൽ പോലും ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം ഇതാണ്. 2 സഭകളും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം സഹകരിച്ച് കഴിയുന്നത്ര സഹകരിച്ച് മുന്നോട്ട് പോകുക. മാർത്തോമാ സഭ എത്ര കൊല്ലം മുമ്പ് ഇരുന്ന് പിരിഞ്ഞു പോയതാണ്. അവരുമായിട്ട് 2 വിഭാഗക്കാരും സ്നേഹിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അവരുമായിട്ടുള്ള വിവാഹബന്ധം പോലും അതത് സഭകൾ ആശീർവദിക്കുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അപ്പൊ അതൊരു സ്വീകരിച്ചുകൊണ്ട് വന്നാണ്. മാർത്തോമാ സഭയുമായിട്ട് ആശയപരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, വിശ്വാസപരമായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ഇവർ തമ്മിൽ അതുപോലുമില്ല. അന്ത്യോഖ്യ പാത്രിയർക്കീസിന്റെ സ്ഥാനം എന്തായിരിക്കണം എന്നുള്ളതിന് ഉപരി പ്രത്യേകിച്ച് വലിയ ആശയപരമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ഈ സമീപകാലം വരെ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ്. ഒരു കുടുംബം 2ആയിട്ട് വിഭജിച്ച പോലെയുള്ള ഒരു മാറ്റം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് പരമാവധി ആ സംഘർഷം ലഘൂകരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ കുറെ കൂടി വിശാലമായ ഒരു തലത്തിൽ ഇവർ തമ്മിൽ ഐക്യവും സഹവർത്തിത്വവും ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ജയശങ്കർ പ്രതികരണം അറിയിച്ചതിന്.